ദിലീപ് കേസിൽ ജയിച്ചു. അദ്ദേഹത്തിന് മനസ്സെന്തായിരിക്കും? അല്ല, അദ്ദേഹം നിഷ്കളങ്കരാന്നുള്ളത് 100% സത്യം. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം അയാളെ വലിച്ചയച്ച മഞ്ജു വാര്യർ എന്തോ കുഴപ്പം? മഞ്ജു വാര്യർ അയാൾ ഭാര്യയായിട്ട് നിന്നില്ല. അതാണ് നമുക്കറിയാം എന്ത് പരാജയം അവിടെ പറ്റി. അവളെ പരാജയം എന്ന് പറഞ്ഞാൽ അവളെ ഭർത്താവിനനുസരിച്ച് അവള് ആഗ്രഹിച്ചില്ല. അവൾ ആ ജീവിതം ഇഷ്ടപ്പെട്ടില്ല. അയാളൊരു നല്ല മനുഷ്യനാണ്. രാഹുൽ മാങ്കോട്ടത്തിലോ? ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു അഭിപ്രായം കേൾക്കുന്നത്. 100% നല്ല മനുഷ്യനാണ് അയാൾ. ഈ പെണ്ണുങ്ങളുടെ ഗർഭചിത്രവും അങ്ങനെ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചെന്നൊക്കെ പറയാൻ ചുമ്മാ ഇതൊക്കെ ഫാബ്രിക്കേറ്റ് സോറി. മോഹൻലാല് പിള്ളേരോട് വളരെ സ്നേഹത്തോടെ തോളെ കൈയിട്ട് സംസാരിക്കും. അദ്ദേഹത്തിന് മനസ്സെങ്ങനെ? അയാൾ ക്രൂക്കഡ് ബുദ്ധിയുള്ള ആളാണ്. ഇത് ഒരു 22 വയസ്സ് തൊട്ടിട്ടാണ് എനിക്കിത് മനസ്സിലാകുന്നത്. ചേട്ടാ നമസ്കാരം. എന്തോ ഇവിടെ പരിപാടി? എന്തോ ഒന്നുമില്ല, ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുന്ന ഒരാളാണ്. പിന്നെ ആൾക്കാരെ മൈൻഡ് മുഖം കണ്ടാൽ മതി, അതേമാതിരി പേര് കിട്ടിയാൽ മതി, പറയും കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ഈ ആൾക്കാരെ കാണണം തന്നെ ഇല്ല. ഇല്ല. അതിന് ഭയങ്കര അതിശയമല്ലോ. പല ആൾക്കാരെയും പറ്റി പറയും ഞാൻ. ജാതകം അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും വേണ്ട, മുഖം കണ്ടാൽ തന്നെ പറയും. ഓരോ ഫേസ് റീഡിംഗ് എന്നൊരു സംഭവം ഉണ്ട്. ആ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പറ്റും. അതെങ്ങനെയായിരിക്കും? അതിന്റെ ടെക്നോളജി എന്തായിരിക്കും? അത് എന്റെ അന്തർലീനായിട്ടുള്ള എന്റെ ജന്മത്തിലുള്ള ഒരു സംഭവമാണ്. എന്താന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. അങ്ങനെ എത്രാമത്തെ വയസ്സിൽ ഇങ്ങനെ കഴിവ് കിട്ടുന്ന എപ്പോഴാണ്? ഇത് ഒരു 22 വയസ്സ് തൊട്ടിട്ടാണ് എനിക്കിത് മനസ്സിലാകുന്നത്. ഓരോരുത്തരെ പറ്റി പറയാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോരുത്തർ ഈ കൂട്ടുകാരെ പറ്റിയൊക്കെ പറയുന്നു. പലരെ പറ്റി പറയും, പലരെ പറ്റി നമുക്ക് മനസ്സിലാവും. ഓരോ പറയുന്നത് സംഭവം എന്താന്ന്, അവരെന്താ ഉദ്ദേശിക്കുന്നത്, നമ്മളെന്താ ഫോക്കസ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ചതിയനാണോ ദുഷ്ടനാണോ? അതെ. ഇപ്പൊ സാറിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാം, മറ്റുള്ളവരുടെ മുഖത്തേക്ക് പറയാം. ഓരോരുത്തർ ഇത് അറിയാൻ സംഭവം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ മുമ്പിൽ ആരും ഇല്ല, ഇപ്പൊ കാണാത്ത കുറെ ആൾക്കാരുടെ പേര് പറയട്ടെ. ഇപ്പൊ നമ്മുടെ ദിലീപിന്റെ കാര്യം തന്നെ എടുക്കാം. ദിലീപ് ഇപ്പൊ കേസിൽ ജയിച്ചു. അദ്ദേഹത്തിന് മനസ്സെന്തായിരിക്കും? അല്ല, അദ്ദേഹം നിഷ്കളങ്കരാന്നുള്ളത് 100% സത്യം. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം അയാളെ വലിച്ചയച്ചാണ്. കാരണം എന്താ വെച്ചാൽ അയാളെ മുഖത്ത് അതുണ്ട്. ഒരിക്കലും അയാൾക്കൊരു ക്രൂരത കാണിക്കാൻ പറ്റൂല. പിന്നെ ഇയാളെ കൊടുക്കാൻ വേണ്ടിയുള്ള സംഭവമാണ്. അതെന്താ ഇവർ ചെയ്ത് വെച്ചാല് സോഷ്യൽ മീഡിയയിൽ ഇയാൾ കുറ്റക്കാരനാണെന്നുള്ളത് അടിച്ചേൽപ്പിച്ചു, മനസ്സിലെല്ലാവരും ഉള്ളിൽ കയറ്റിക്കാണ്. ഈ ദിലീപിന് മഞ്ജു വാര്യരാണോ ചേരുന്നത്, കാവ്യമാധവനാണോ ചേരുന്നത്? കാവ്യമാധവനാണെന്നുള്ള കാവ്യമാധവൻ തെളിയിച്ചു. മഞ്ജു വാര്യർ എന്തോ കുഴപ്പം? മഞ്ജു വാര്യർ അയാൾ ഭാര്യയായിട്ട് നിന്നില്ല. അതാണ് നമുക്കറിയാം എന്ത് പരാജയം അവിടെ പറ്റി. അവളെ പരാജയം എന്ന് പറഞ്ഞാൽ അവളെ ഭർത്താവിനനുസരിച്ച് അവള് ആഗ്രഹിച്ചില്ല. അവളെ അഭിനയത്തിനെയാണ് കൂടുതൽ സ്നേഹിച്ചത്. ഭർത്താവിനെ സ്നേഹിച്ചില്ല. അവൾ ആ ജീവിതം ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്തോ ഒരു ഇതിന് അവൾ അങ്ങനെ പോയിന്ന് മാത്രം. അവൾക്ക് പിന്നെയാണ് തോന്നുന്നത് എനിക്ക് അഭിനയമാണ് ഏറ്റവും നല്ലത്. അതിനുള്ളൊരു സംഭവമാണ് ഇവളെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായത്. അപ്പൊ എന്തായാലും മഞ്ജു വാര്യർ പോയത് കാര്യമായി ദിലീപിന്. അതെ അതാണ്. ഇപ്പൊ നമ്മുടെ ഈ രാഹുൽ മാങ്കോട്ടത്തിൽ വാർത്ത നിറഞ്ഞിരിക്കുക. രാഹുൽ മാങ്കോട്ടത്തിന്റെ അവസ്ഥ എങ്ങനെ? അത് പാവമാണ്, ദുഷ്ടനാണ്, എന്താണ് അവസ്ഥ? പെൺകുടിയാണ് അയാളിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ സൈക്കോളജിയിൽ ഓരോരുത്തർ നല്ലതാണ് ചീത്തയാന്നുള്ളത് കാലം തെളിയിക്കും. അയാളെ മുഖത്ത് വരുന്ന അയാളൊരു നല്ല മനുഷ്യനാണ്. രാഹുൽ മാങ്കോട്ടത്തിലോ? ഞാൻ ആദ്യമായിട്ട് അങ്ങനെ അഭിപ്രായം കേൾക്കുന്നത്. 100% നല്ല മനുഷ്യനാണ് അയാൾ. ഈ പെണ്ണുങ്ങളുടെ ഗർഭചിത്രവും അങ്ങനെ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചെന്നൊക്കെ പറയാൻ ചുമ്മാ ഇതൊക്കെ ഫാബ്രിക്കേറ്റ് സോറി. അത് ആൾക്കാർ വല്ല മോശമായിട്ട് ചിന്തിക്കുന്നില്ല. ആൾക്കാർ എന്താണ് പറഞ്ഞോട്ടെ, നമുക്ക് അയാളെ മുഖത്ത് നോക്കിയിട്ടല്ലേ പറയാം. നമ്മളെ ഫേസ് റീഡിങ് ആട്ടോ പറയുന്നത്. അല്ലാണ്ട് ഞാൻ അയാളെ കൂടെ പോയിട്ടോ അയാളെ പേരം നിന്നിട്ടോ അയാളെ കൂടെ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. അയാളെ കണ്ടിട്ട് കൂടില്ല. രാഹുൽ മാങ്കോട്ടത്തിൽ ഫേസ് റീഡിങ് പ്രകാരം അയാൾ നല്ലൊരു മനുഷ്യനാണ്. നല്ല മനുഷ്യനാണ്. ഈ സ്ത്രീ വിഷയത്തിൽ താല്പര്യമില്ലാത്ത ആളാണോ? അല്ല, സ്ത്രീ വിഷയത്തിൽ താല്പര്യമില്ലാത്ത ഏതൊരു മനുഷ്യനാണ് ഈ ലോകത്തുള്ളത്. എന്നാ ശരി, ഓക്കെ. ഈ ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ? അദ്ദേഹത്തിനെതിരെ 2 ബലാത്സംഗ കേസുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അയാൾ അറിഞ്ഞുകൊണ്ട് അതിൽ ചാടുവോ? ഇല്ല. അയാളെ കരിയർ അയാൾ നശിപ്പിക്കൂല, നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലേ? അതാണ് സത്യം. അപ്പൊ അയാൾ ഇത് കെട്ടിച്ചമച്ചതാകാം. അതിൽ നിന്ന് അയാൾക്ക് കാലം മറുപടി കൊടുക്കും, ജനങ്ങൾക്ക് മനസ്സിലാവും. അതാണ് സത്യം. ഡീസന്റ് ആണെന്നാ പറയുന്നത്. അപ്പൊ ഈ നമ്മുടെ ഈ മോഹൻലാല് പിള്ളേരോട് വളരെ സ്നേഹത്തോടെ തോളെ കൈയിട്ട് സംസാരിക്കും. അദ്ദേഹത്തിന് മനസ്സെങ്ങനെയാ? നല്ലതാണോ അതോ ക്രൂക്കഡ് ബുദ്ധിയുള്ള ആളാണോ? അയാൾ ക്രൂക്കഡ് ബുദ്ധിയുള്ള ആളാണ്. കാരണം എന്താ വെച്ചാൽ അയാൾ എല്ലാം തുറന്ന് പറയില്ല. എന്ത് ചോദിച്ചാലും അയാൾ വേറെ തെറ്റിച്ച് പറഞ്ഞാളും. അയാളെ പല ഇന്റർവ്യൂവിൽ സാർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അയാൾ ഒരു ചോദ്യത്തിന് വേറെ ഉത്തരം പറയാം. അത് അയാളെ പ്രത്യേക മൈൻഡാണ്. കാരണം ഒന്നിനും അയാൾ പിടികൊടുക്കില്ല. അയാളെ പേരിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടാക്കുകയില്ല. മമ്മൂട്ടിയല്ല ഉള്ളത് തുറന്ന് പറയും. അല്ല, മനസ്സെങ്ങനെയാണ് പുള്ളിയുടെ? അയാൾ മനസ്സ് നല്ലൊരു നിഷ്കളങ്കനായ ഒരാളാണ്. പകരം ഒരാൾ പണി കൊടുത്ത പകരം വീട്ടിൽ നിന്ന് മനസ്സാണോ? അങ്ങനെയൊന്നുമില്ല. പകയുള്ള ആളാണോ? പകയുള്ള ആളല്ല, നിഷ്കളങ്കനാ. എന്നാൽ മോഹൻലാലിനും പകയുള്ള ആളല്ല. പക്ഷെ മോഹൻലാലിന്റെ പ്രത്യേകം വെച്ചാൽ മോഹൻലാൽ ആരെ മുന്നിലും ഇത് കുറ്റം പറയില്ല, ഒന്നിട്ട് ശ്രദ്ധിക്കുകയില്ല. അയാളെ പറ്റി പറഞ്ഞ ആൾ കേൾക്കുകയില്ല. അത് വല്ലാത്തൊരു മൈൻഡാ. പിണറായി വിജയന്റെ ആളെങ്ങനെയുണ്ട്? പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ആൾ നല്ല മനുഷ്യനാണ്. അയാളുടെ ഉള്ളിൽ അയാളെ യാതനകളും കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെയാണ് അയാളെ ഇങ്ങനെയുള്ള രീതിയിലായത്. പക്ഷെ അയാൾക്ക് നല്ല
അയാളെ മൈൻഡിൽ അയാൾ ചെയ്യുന്നൊക്കെ നല്ലതാണ്. എന്താ ഞാൻ വേറെ കാര്യം ചോദിക്കുവാണ്, പുറമേ ഒരു സ്വഭാവം അകത്ത് വേറെ സ്വഭാവം, അങ്ങനെയുള്ള ഒരാളായിരിക്കും കണ്ടേക്കുന്നത് മൈൻഡ് റീഡിംഗിൽ? അത് സാറ് ചോദിക്കുന്ന ആളെ പറ്റി പറയാൻ പറ്റുള്ളൂ. അല്ല അങ്ങനെ ഇപ്പൊ തെളിഞ്ഞു വന്നേക്കുന്ന മുഖം അറിയാം. അല്ല ഈ മൈൻഡിലുള്ള ആൾക്കാരാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. അല്ല ഞാൻ പറഞ്ഞ ചോദിക്കുന്ന എല്ലാം അങ്ങ് എല്ലാം സ്ട്രൈറ്റ് ആയിട്ട് ശരിയാണെന്ന് പറയുവാണ്. അങ്ങനെ ഒരു റോങ് ആയിട്ടുള്ള ഒരു ചിന്ത. എല്ലാരും ഈ മൈൻഡിലുള്ള ആളാണ് സാറേ. മോദി എങ്ങനെയുണ്ട്, നമ്മുടെ നരേന്ദ്രമോദിജി? നരേന്ദ്രമോദി ഞാൻ പറഞ്ഞല്ലോ, നരേന്ദ്രമോദിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങൾ അയാളെ മനസ്സിന് മാത്രമേ അയാൾക്ക് വിശ്വാസവും കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരെ അയാൾ ശ്രദ്ധിക്കുന്നില്ല. അയാളെ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ആരും വിളിച്ചാൽ അയാൾക്ക് പ്രശ്നമല്ല. അതാണ് മോദിയുടെ സ്വഭാവം. ഇതേ സ്വഭാവം തന്നെയാണ് പിണറായിക്കുള്ളത്. നമ്മുടെ ഈ സുരേഷ് ഗോപി കുറെ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുകയാണ്. ജനപ്രിയനാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാം വിവരക്കേടാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധിയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ മൈൻഡ് റീഡിങ്? എങ്ങനെയാണ്? അല്ല അയാളെ സുരേഷ് ഗോപിന്റെ പ്രത്യേകം എന്താ അറിയാം? സുരേഷ് ഗോപി എല്ലാവർക്കും നല്ല ചെയ്യണം എന്നുള്ള മൈൻഡാണ്. പക്ഷെ പല ആൾക്കാർ അയാൾ മോശപ്പെട്ട വശങ്ങൾ നോക്കിയെടുത്തിട്ട് അയാൾ മോശമാക്കുകയാണ്. അല്ല ഈ മാധ്യമത്തിന് മുമ്പിലൊക്കെ കാണിക്കുന്നത് പലപ്പോഴും കോപ്പറായിട്ട് തോന്നുന്നു. അദ്ദേഹം കാണിക്കുന്ന ബുദ്ധിയാണ്. അത് കാണിക്കുന്നതാണോ കാണിപ്പിക്കുന്നതാണോ എന്ന് ആർക്കറിയാം. കാരണം ചില ഭാഗങ്ങൾ കട്ട് ചെയ്താൽ അത് കാണിക്കുന്നതായി തോന്നും. ഒറിജിനൽ എങ്ങനെയുണ്ട് മൈൻഡ് റീഡിങ്ങിൽ വായിക്കാൻ പറ്റുന്നത് എങ്ങനെയാ പുള്ളി? അല്ല ആള് നല്ല മനുഷ്യനാണ്, നല്ല ഹൃദയശുദ്ധിയുള്ള ആളാണ്, എല്ലാവർക്കും നല്ല ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അയാൾക്ക് തരാറെന്ന് വെച്ചാൽ ഈ വാശി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. എന്താ ദേഷ്യം കുടുങ്ങിയാൽ പിന്നെ അയാളെ ബാധ്യത നോക്കൂല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്ന രേണു സുധി ഉണ്ട്, കാണിക്കുന്ന എല്ലാം ഇങ്ങനെ കോപ്രയങ്ങളാണ്. അതെന്താണ്? ബുദ്ധിമതിയായ സ്ത്രീയാ. അവൾ മനഃപൂർവ്വം കാണിക്കുക അവൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിട്ട്. അസാധ്യ ബുദ്ധിമതിയാ. സുധീനെക്കാട് ബ്രില്യൻ്റ് ആണ് അവൾ. നിങ്ങളുടെ നാട്ടുകാരൻ കോഴിക്കോടുകാരനല്ലേ, മലപ്പുറംകാരനല്ലേ? ഈ സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെയുണ്ട്? സന്തോഷ് പണ്ഡിറ്റ് ഇതേ മോഡലാണ്. അതായത് അയാൾ സ്വയം മറ്റുള്ളവരുടെ ഇടയിൽ ഇങ്ങനെ ഇത് അവഹേളന വേടിക്കാണ്. അയാൾ ബുദ്ധിമാനാണ്, അയാൾക്കറിയാം. ഞാൻ പറ്റിച്ചോ എന്ന് പറഞ്ഞില്ലേ സാറ് നേരത്തെ പറയാം, അതേമാതിരിയുള്ള ഒരാളായ സന്തോഷ് പണ്ഡിറ്റ്. സ്വന്തം കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ് അയാൾക്ക് നെഗറ്റീവ് പറയുന്നത്. അതാണ് അയാളെ തന്ത്രം. ചീത്ത പറയിപ്പിക്കുക, എന്നിട്ട് അയാൾ ടോപ്പാകുക. അതാണ് അയാൾ പ്രത്യേകത. ഈ കോൺഗ്രസിൽ ഏതെങ്കിലും നേതാക്കന്മാരുടെ മൈൻഡ് റീഡ് ചെയ്ത് പറയാൻ പറ്റും വ്യത്യസ്തമായ സ്വഭാവം കണ്ടുള്ള ആരെയാ? ഒരാളെ പറ. വ്യത്യസ്തമായി അങ്ങനെ ആകർഷിച്ചൊരു സ്വഭാവം മൈൻഡ് റീഡിങ്ങിൽ ആരായിരിക്കും? അങ്ങനെ കോൺഗ്രസിൽ ഒരാൾ പറ. അല്ല വ്യത്യസ്തമായ സ്വഭാവം എന്ന് പറയാൻ പറ്റൂല. കാരണം വെച്ചാൽ എല്ലാവർക്കും കോൺഗ്രസിൽ വ്യത്യസ്തമായ സ്വഭാവമാണ്. ഒന്നാമത്തെ വെച്ചാൽ അവരിൽ ഒരു ഒരുമയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെ ഇവർക്ക് ഒരു ഇതില്ല, കൂട്ടായ ഒരു തീരുമാനം. രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി പദം നോട്ടമുണ്ടോ? രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി പദം ഇപ്പം ഇല്ല, മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് നോക്കുന്ന ആരായിരിക്കും? മനസ്സ് വായിക്കുമ്പോൾ ആരാ? അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരാളെ ഇപ്പം വി.ഡി. സതീശൻ നോട്ടമുണ്ടോ? ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. മൈൻഡ് വായിക്കുമ്പോൾ അതൊക്കെ അറിയാമല്ലോ. അങ്ങനെയല്ല, നമ്മളിപ്പോൾ അവരെ പിന്നാലെ വെച്ച് മൈൻഡ് വായിക്കല്ലോ. നമ്മൾ അവരെ പറ്റിയുള്ള സ്വഭാവങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവർക്ക് എന്ത് നോട്ടമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ തന്നെയാണ്. മുഖ്യമന്ത്രി സ്ഥാനമായാലും ആഭ്യന്തരമായാലും ഒക്കെ എനിക്ക് കിട്ടണമെന്നുള്ള മൈൻഡാണല്ലോ. അത് പ്രത്യേകിച്ച് ഒരാൾക്കുണ്ട് ഇല്ല എന്ന് പറയുന്നത് ഞാൻ വിഡ്ഢിയാണ്. ആ പറയുന്ന ആളാണ് വിഡ്ഢി. അപ്പൊ എല്ലാരെയും വായിക്കാൻ പറ്റുന്നുണ്ട്. പരിചയമില്ലാത്തൊരു പേര് പറഞ്ഞാൽ അറിയാൻ പറ്റും, പറയാൻ പറ്റും. ചേട്ടാ പിന്നെ നമ്മുടെ ഇപ്പൊ ദിലീപ് ഒക്കെ ഉൾപ്പെട്ട കേസിലെ പൾസർ സുനി, അവന്റെ ഒരു മനസ്സെങ്ങനെ? അവൻ ബേസിക് ക്രിമിനലാണോ അതെങ്ങനെ പെട്ടുപോയതാണ്? എന്തായിരിക്കും? അല്ല അവൻ ബേസിക് ആയിട്ട് ക്രിമിനൽ തന്നെയാണ്. ഒരാളെ പേര് നെഗറ്റീവ് പറഞ്ഞു സന്തോഷമായി. പെട്ടുപോയതല്ല അവൻ. അതായത് നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ ആ സ്വഭാവം ഉണ്ടാവും. ആ സ്വഭാവമാണ് വളർന്നു വരുന്നത്. നന്നാവത്തില്ല ഒരിക്കലും. ഇല്ല ഇല്ല, അത് അങ്ങനെ പോയി പെടും സംഭവം. അങ്ങനത്തെ ഒരു നന്നാക്കാൻ കഴിയില്ല. അതിനിപ്പോൾ അങ്ങനത്തെ ആൾക്കാർ പള്ളിയിലച്ഛനാകുമ്പോഴാണ് തെറ്റുകൾ ചെയ്യുന്നത്. നമ്മൾ അതന്നെ ഇപ്പൊ കഷായം ഗ്രീഷ്മ ഇപ്പൊ ജയിലിൽ കിടക്കുക, വധശിക്ഷ ആണ് വിധിച്ചേക്കുന്നത്. ആ കുട്ടിയുടെ മനസ്സ് മാറിക്കാണുമോ? അല്ല, ആ കുട്ടിയുടെ മനസ്സ് മാറാതിരിക്കുക. അത് ജയിലിൽ വന്ന് എന്തായാലും മാറും എന്നുള്ളതാണല്ലോ അതിന്റെ സൈക്കോളജിക്കൽ വശതാണ്. നമ്മളിപ്പോൾ ശിക്ഷ കൊടുക്കുന്നത് ചിന്തിക്കാനുള്ളതാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് പല ചിന്തകൾ വരും. വേണ്ടായിരുന്നു. ഇപ്പൊ ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരാളെ അവസ്ഥ സാറോട് പറയാലോ. ഈ ആത്മഹത്യ ചെയ്യുന്ന ആള് ആ മരിക്കുന്ന ആ മൊമെന്റിൽ അവർക്ക് തോന്നും വേണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇവരെന്തിനാണോ ആത്മഹത്യ ചെയ്യുന്നത് അതിന് ഉത്തരം ഇവർക്ക് കിട്ടും. അത്ര ഞാൻ പറഞ്ഞത് സാറ് മനസ്സിലായി. ആ ഒരു വിഷയമാണ് എല്ലാവർക്കും ഉണ്ടാകുക. അപ്പൊ ജയിലിൽ പോകുന്നത് ജയിലാക്കുന്നതൊക്കെ ഇതിന്റെ ഉദ്ദേശം ഇതാണ്. അല്ല ഗ്രീഷ്മയുടെ മനസ്സൊക്കെ മാറി കാണുമോ? ഒരു തീർച്ചയായിട്ടും മാറും. മാറാത്തൊരു എത്രയോ വലിയ കൊലപാതകം ചെയ്തൊരു മാറിയിട്ടുണ്ട്. ജയിലിൽ പോകുന്ന അതാണ്. കാരണം ഇവർക്ക് കുറ്റബോധം വരികയാണ് സംഭവം. പിന്നെ ഇതിൻ്റെ ഒരു പരിധി വരെ സമൂഹമാണ് ഇതിൻ്റെ മെയിൻ ആൾ. കാരണം കുറ്റം ചെയ്ത ആൾക്കാർ വീണ്ടും സമൂഹത്തിൽ വരുമ്പോൾ അവർക്ക് അംഗീകാരം കൊടുക്കില്ല, ഓലെ നേർവഴിക്ക് നടത്തുന്നില്ല. വീണ്ടും അവർക്ക് കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൊടുക്കുന്നത് വീണ്ടും നീ പോയിട്ട് ഇനിയും ചെയ്യണമെന്നുള്ള രീതിയിലാണ്. ഈ മാതാ അമൃതാനന്ദമായി ശരിക്കും പറഞ്ഞാൽ അത് ദൈവിക തുല്യമായിട്ട് ആൾക്കാർ കാണുന്നു. അവരുടെ മനസ്സ് എങ്ങനെയായിരിക്കും? അവരെ മനസ്സ് പറഞ്ഞാൽ അവർക്ക് 100% അവർ പോസിറ്റീവ് എനർജിയുള്ള ഒരാളാണ്.
അല്ല, ഉള്ളിലൊന്ന് പുറത്തൊന്ന് ആ രൂപ അങ്ങനെയൊന്നുമില്ല. അവര് എനർജി ബേസ് ആണ്. അതായത് 3 ഫേസ് കണക്ഷൻ എന്ന് പറഞ്ഞ സംഭവമാണ്. ശരിക്കും ദൈവമായിട്ട് കാണാം. ദൈവം എന്നല്ല, അവരെ പ്രത്യേകിച്ച് നമ്മളിപ്പോ ഓരോ മനുഷ്യരിലും ദൈവമുണ്ട്. അതാദ്യം അഹം ബ്രഹ്മാസ്മിന്നാ. ഇപ്പൊ സാറിന്റെ ഉള്ളിലും ദൈവമുണ്ട്, യഹോവയായാലും മറ്റുള്ള ദൈവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഉള്ളിൽ. അത് നമ്മൾ കാണുമ്പോഴാണ് നമ്മളതാകുക. ഇപ്പൊ സാധാരണ ആൾക്കാർക്ക് അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അതാണ് അമ്മേൻ്റെ പ്രത്യേകത. അമ്മ സ്വന്തം ശരീരത്തിനുള്ളിലുള്ള തൻ്റെ ശരീരത്തിലെ ദൈവത്തിന്, അതായത് അവരെ ഇതിൽ സ്വയം തന്നെ ദൈവത്തെ തിരിച്ച് അവർ അങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ആവുന്നു. അതിനു വേണ്ടി അവർ മുന്നോട്ട് പോകണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവർ മോശമാണെന്ന് ഞാൻ പറയില്ല. അവരത്രയും എനർജി, കാരണം ഇത്രയും കാലം ഈ വലിയ വലിയ ആൾക്കാർ അവരെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ, അവരെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അവരതിന് പ്രാപ്തിയാണ്. അപ്പൊ എന്തായാലും ഏത് പൊന്നുമോനെ കിട്ടിയാലും കറക്റ്റായിട്ട് മനസ്സ് വായിച്ചിരിക്കും അല്ലേ? ഇവിടെ തന്നെ കാണും, ആര് വന്നാലും പറയും. നേരിട്ട് പറയണമെങ്കിൽ ഫീസ് വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ആൾക്ക് ഇഷ്ടപ്പെട്ട് ഓരോരുത്തർ എന്താ തരിക. അപ്പൊ എന്തൊക്കെ പറയും? ഒരാളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പറയും? അല്ല, അവരെ കാര്യമായിട്ട് അവരെങ്ങനെയാണ്, നല്ലതാണോ മോശമാണോ, അവരെങ്ങനെയാണെന്നുള്ളതാണല്ലോ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാ വികാരങ്ങളും ഉണ്ട്. ദുഷ്ടത ഉണ്ട്, ദയുണ്ട്, ക്രൂരത ഉണ്ട്, എല്ലാം ഉണ്ട്. അത് ഓരോ സമയത്ത് പുറത്തേക്ക് വരികയാണ്.